നമുക്കിന്ന് ഈ പടം വരച്ചാലാ? വരയ്ക്കാനായി നേരത്തെ കരുതി വെച്ച ക്യാൻവാസ് എടുത്തു വെച്ചു. സ്കെയിലും കരുതി, കട്ടറും എടുത്ത് 2 പെൻസിലും കരുതി വരച്ചു തുടങ്ങി. ആദ്യം തന്നെ കണ്ണും മൂക്കും മീശയൊക്കെ വരച്ചു തുടങ്ങി. പിന്നെ ഷെയ്ഡിങ് ആയിരുന്നു പിന്നീടുള്ള കാര്യം. പിന്നീട് പെട്ടെന്ന് തന്നെ ഔട്ട്ലൈൻ വരച്ച് പടത്തിന് രൂപരേഖ നൽകാൻ കരുതി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറഞ്ഞാൽ ഷെയ്ഡിങ് ആയിരുന്നു. ഷെയ്ഡിങ് വൈകാതെ തന്നെ തുടങ്ങുക തന്നെ ചെയ്തു. ഷെയ്ഡിങ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡീറ്റെയിലിങ്. ഒരു ചിത്രത്തിൻ്റെ ഡീറ്റെയിലിംഗ് എത്രത്തോളം കൃത്യമാകുന്നോ അത്രത്തോളം ഭംഗിയായിട്ട് ആ ചിത്രം വരും. പിന്നീട് എൻ്റെ ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എത്രത്തോളം ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് സമയമെടുത്ത് തന്നെ ഞാൻ ഡീറ്റെയിലിംഗ് കൊടുത്തു. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വിൻറ്റേജ് ലാലേട്ടൻ്റെ എത്രത്തോളം ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് വന്നപ്പം ചിത്രത്തിന് നല്ലൊരു ജീവൻ ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ചിത്രമായി വരുന്നത് വരെ ബൈ ഫ്രം ശ്രുതി.